ഗൈസ്, ഐ ജസ്റ്റ് വോണ്ട് ടു ഷെയർ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാനാണ്. സോ നമ്മൾ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പാലിയേറ്റീവ് കെയറിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മെഡിസിനാണ് മോർഫിൻ. അപ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്തോ കെയർ ഗീവറിൻ്റെ അടുത്തോ നമ്മൾ മോർഫിനെ പറയുമ്പോൾ മോർഫിൻ ഒരു പേടിയോട് കൂടിയാണ് കേട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ ഈ മോർഫിൻ എന്താണ്? മോർഫിൻ ഒരു മയക്കുമരുന്നാണോ? സെഡേറ്റീവാണോ? മോർഫിൻ ഒരു പെയിൻ കില്ലറാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾക്ക് എളുപ്പം ഞാനൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഒരു ഗവൺമെൻറ് റിട്ടയർഡായ ഒരു അയാളുടെ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. വൈഫിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അപ്പോൾ ബാങ്കിലുള്ള പൈസ മുഴുവൻ വൈഫിൻ്റെ പെയിന് വേണ്ടി ചിലവാക്കി എന്നാണ് പറയുന്നത്. അറ്റ് ദ എൻഡ് പുള്ളിക്കാരന് ആരോ പറഞ്ഞു മോർഫിൻ പെയിനിനുള്ളതാണ്. അങ്ങനെ ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിൽ കൊണ്ടുപോയി മോർഫിൻ, ഏറ്റവും വില കുറഞ്ഞ മോർഫിൻ കൊടുത്തു. പെയിൻ ഓക്കെ ആയി. അപ്പം ഈ മോർഫിൻ ഒരു വേദന സംഹാരിയാണോ അതോ ഒരു സെഡേറ്റീവാണോ? ഷ്യൂർലി മോർഫിൻ ഒരു വേദന സംഹാരി തന്നെയാണ്. പക്ഷേ എല്ലാ വേദനകൾക്കും നമ്മൾക്ക് മോർഫിൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 2/3 ആയിട്ട് കുറച്ച് വേദനകൾ മാത്രമേ നമുക്ക് മോർഫിൻ ഉപയോഗിച്ച് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വേദന ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് യോജിച്ച മരുന്ന് കൊടുക്കുക. മോർഫിൻ തനിച്ച് നമുക്ക് വേദനയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. ഇതിനോട് ചേർന്ന വേദന സംഹാരികളുമുണ്ട്. അപ്പോൾ ഈ വേദനകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പലതരത്തിലുള്ള വേദനകളുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഞാനിങ്ങനെ കുറേ പെയിൻ സ്പെഷ്യലിസ്റ്റുകളുടെയും ഗോൾഡ് മെഡലിസ്റ്റുകളുടെയും ഈവൻ പത്മശ്രീ പോലെ കിട്ടിയ കുറച്ച് എക്സ്പേർട്സുകളുടെ കൂടെ ഒരു 3-4 വർഷം നിന്നതിൻ്റെ അറിവും ആണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. മോർഫിൻ ഒരിക്കലും ഒരു സെഡേറ്റീവ് അല്ല. അതിന് സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ട്, പക്ഷെ അതൊരു പെയിൻ കില്ലറാണ്. പിന്നെ മോർഫിനോട് പ്രതികരിക്കാത്ത വേദനകൾക്ക് നമ്മൾ മോർഫിൻ ഉപയോഗിച്ചാൽ മയക്കം മാത്രമേ വരത്തുള്ളൂ, വേദന കുറയില്ല. അപ്പോൾ പലതരത്തിലുള്ള വേദനകളുണ്ട്. അപ്പോൾ ആ വേദനകൾ തിരിച്ചറിഞ്ഞു വേണം നമ്മൾ മോർഫിൻ കൊടുക്കേണ്ടത്. അപ്പം മോർഫിനോട് പ്രതികരിക്കാത്തൊരു വേദനയ്ക്ക് നമ്മൾ മോർഫിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ സെഡേറ്റീവ് എഫക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേദന കുറയില്ല. പക്ഷേ മോർഫിൻ ഒരു വേദന സംഹാരി തന്നെയാണ്. ഇനി മോർഫിൻ ജീവിതകാലം മുഴുവൻ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുക, അത് മോർഫിൻ എടുക്കാൻ എല്ലാവരും ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. മോർഫിൻ ശരിയായ അളവിൽ നമ്മളൊരു ഡോക്ടറുടെ സഹായത്തോടെ ശരിയായ അളവിൽ പെയിൻ അസസ് ചെയ്തിട്ട് അതിനനുസരിച്ചെടുത്താൽ മെജോറിറ്റി ഒരു സെഡേഷനോ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസിയോ അല്ലെങ്കിൽ ഒരു ജീവിതകാലം മൊത്തം ഒരു അഡിക്ഷനോ വരാറില്ല. മോർഫിൻ എടുത്തുകൊണ്ട് നോർമൽ ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഇടയ്ക്ക് ഒരു TV ഷോ ഉണ്ടായിരുന്നു അമൃതയിൽ, അതിനകത്ത് മോർഫിൻ എടുത്തിട്ടൊരു കുട്ടി പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഓർത്താൽ മനസ്സിലാവും. മോർഫിൻ അഡിക്ഷൻ ഉണ്ടാക്കുമോ? അടുത്ത ക്വസ്റ്റ്യൻ. മോർഫിൻ ഒരിക്കലും മെഡിക്കൽ സയൻസിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ശരിയായ അളവിൽ വേദനകൾക്ക് ഉപയോഗിച്ചാൽ അങ്ങനൊരു പേടി വേണ്ട. മോർഫിൻ വെറുതെ നമ്മൾ പാരസെറ്റമോളിൻ്റെ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. പാരസെറ്റമോൾ വെറുതെ കൊടുക്കും പോലെ അല്ല നമ്മൾ മോർഫിൻ കൊടുക്കുന്നത്. എല്ലാ മെഡിസിൻസും വളരെ കെയർഫുള്ളായിട്ടാണ്. ലൈസൻസ് ഉള്ള ഒരാൾ മാത്രമേ മോർഫിൻ പ്രിസ്ക്രൈബ് ചെയ്യത്തുള്ളൂ. മോർഫിൻ്റെ സൈഡ് എഫക്ട്സുകളും അതിന് കൂടെ മോർഫിൻ എടുക്കുമ്പോൾ കൂടെ വരാകുന്ന കുഴപ്പങ്ങളുമെല്ലാം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ട മെഡിസിൻസ് തന്ന് ആഴ്ചകളോളം നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ടീം മോർഫിൻ തരുമ്പോൾ ഉണ്ടാവും. പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സിലാണ് അങ്ങനെ. അപ്പോൾ മോർഫിൻ ഒരിക്കലും ഒരു മയക്കുമരുന്നോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളതല്ല, അതൊരു പെയിൻ കില്ലർ തന്നെയാണ്. അപ്പോൾ അത് ശരിയായ അളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മോർഫിനെ കുറിച്ചിട്ടുള്ള പേടി മാറുമെന്നും വിചാരിക്കുന്നു. ഇനിയും മോർഫിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.